അങ്ങനെ വരാ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോയുടെ തുടക്കം ഒരു കാളാഞ്ചി കൊണ്ട് കേട്ടോ. ഇവിടെ ഇല്ലേ, ഞാൻ അപ്പുറത്ത് പോയി നിന്ന് പിന്നെ രാത്രി ആയതുകൊണ്ടേ നമുക്ക് മര്യാദയ്ക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. ഫുൾമൂണിൻ്റെ ഡേ ആണ് കേട്ടോ, നേരെ അപ്പുറത്താണ്, ഇവിടുന്ന് കാണൂലായിരുന്നില്ലേ. അപ്പോൾ ഏതാണെന്നുണ്ടെങ്കിലും ഫുൾ മൂണിന് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സാധനങ്ങൾ നമുക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. നമുക്കിവിടെ ചൂണ്ടയിൽ നല്ലൊരു മീൻ തന്നെ അടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ രാത്രി ആയതുകൊണ്ട് നമുക്ക് വിഷ്വൽ ക്വാളിറ്റി ഒക്കെ കുറവാണ്. അപ്പോൾ മീൻ മുകളിലെത്തിയതിൻ്റെ ശേഷമുള്ള ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ മൊത്തത്തിൽ കാണിക്കുന്നത്. ഓരോ മീനും അടിച്ച് കഴിഞ്ഞാൽ കുറേ നേരത്തിൻ്റെ ശേഷമാണ് എന്താവുക, മീനൊന്ന് ഓടിച്ച് ക്ഷീണിച്ചതിൻ്റെ ശേഷമാണ് മുകളിലോട്ട് പൊന്തി തരിക. പ്രത്യേകിച്ച് ചെമ്പനൊക്കെ ആദ്യം തന്നെ നല്ല കുത്തലായിരിക്കും. അതൊക്കെയാണ് ഈ വാലിൽ നമ്മളൊരു കാരണവശാലും ഫിഷ് അത് പിടിക്കരുത്. നമ്മൾ ചെറിയൊരു ഫാൾട്ടാണ് ചെയ്തത്. അതുപോലെ തന്നെ കൈകൊണ്ട് നേരിട്ട് പിടിക്കാതിരിക്കുകയാണ് ബെറ്റർ. കൂരുവല ഉണ്ട് എന്നുണ്ടെങ്കിൽ ചില ദിവസങ്ങൾ നമ്മൾ കൂരുവല എടുക്കാൻ മറക്കുന്ന ദിവസങ്ങൾ കൈ തന്നെ വേണ്ടി വരും. പക്ഷേ പരിചയമില്ലാതെ ആ ലൂറിൻ്റെ ഭാഗത്തോട്ട് ഒറ്റയടിക്ക് കൊണ്ടുപോയേക്കാണെങ്കിൽ മീനിനെ തളർത്താതൊക്കെ പിടിക്കാൻ നോക്കിയൊക്കെയാണെങ്കിൽ ഹുക്കുകൾ നമ്മുടെ കയ്യിൽ കയറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ സിമ്പിളായിട്ട് എടുക്കാവുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുത്തുവിന് ഇവിടെ അടുത്ത ഫിഷ് അടിച്ചിട്ടുണ്ട്. ഫുള്ള് ഇരുട്ടാണ് പറഞ്ഞില്ലേ. ഏതാണെന്നുണ്ടെങ്കിലും രാത്രി ഇറങ്ങുകയാണെന്നുണ്ടെങ്കിലും മിക്കവാറും നമുക്ക് ചെമ്പല്ലിക്കും കാളാഞ്ചിക്കൊക്കെ നല്ല റിസൾട്ട് തന്നെ ആയിരിക്കും. ഈ ഫുൾ മൂൺ ഡേ ഒക്കെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ബെറ്ററാണ്. എന്താണെന്ന് വെച്ചാൽ ഫിഷ് രാത്രി ആകുമ്പോൾ പകലിനെ അപേക്ഷിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ആക്ടിവിറ്റി കാണിക്കും. ഫിഷ് ഇങ്ങനെ വെട്ടി നടക്കുന്നുണ്ടാവും. നരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൺഫേം ആണ്. ആ ഭാഗത്ത് എവിടെയെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചക്ക വെള്ളത്തിലോട്ട് ഇട്ട പോലെ പൊട്ടിച്ചുകൊണ്ട് നടക്കുന്നുണ്ടാവും. അപ്പോൾ ആ സമയത്ത് കുറച്ച് ടോപ്പ് വാട്ടർ ലൂറുകളൊക്കെ എറിയുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവന്മാരുടെ അറ്റാക്ക് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഷാഡാണെങ്കിലും ശ്രിമ്പാണെന്നുണ്ടെങ്കിലൊക്കെ ഈ ഫ്ലൂറസെൻ്റ് കളേഴ്സ് വരുന്ന ഈ ടോർച്ച് അടിച്ചൊക്കെ ആണെങ്കിൽ തിളങ്ങുന്ന ടൈപ്പ് നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ അങ്ങനത്തെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്ററാണ്. നൈറ്റ് നമുക്ക് അതിൻ്റെ മീനുകളെ അട്രാക്റ്റ് ചെയ്യാൻ കുറച്ചും കൂടി ബെറ്ററാണ്. പിന്നെ ഷാഡിനൊക്കെ അപേക്ഷിച്ച് റാറ്റിൽ സൗണ്ടും ഇതൊക്കെ ഉണ്ടാവും ലൂറുകളാവുമ്പോൾ. അതുപോലെ തന്നെ ഹുക്ക് പ്രത്യേകിച്ച് നമ്മൾ ഹുക്കപ്പ് കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. ഈ 3 2 ഹുക്ക് ഉള്ളതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ ലൂറിൽ പെട്ടെന്ന് തന്നെ ഹുക്ക് ആയിക്കോളും കേട്ടോ. ഇവിടെ ഒരാൾ ഇതൊക്കെ തെങ്ങിൻ്റെ പുറത്ത് കയറി നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മൂങ്ങ, പൂമന്, അതുപോലെ തന്നെ എന്താ പാതിരാക്കോയി എന്നൊക്കെ പറയാറുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ജീവികളും വെള്ളത്തിലും ഇത് പാമ്പും ഇതൊക്കെ ആയിട്ട് ഒരുപാട് സാധനങ്ങൾ നമ്മുടെ പുഴയിലോട്ടൊക്കെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ രാത്രി കാഴ്ചകളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക രസമുണ്ടല്ലേ. അപ്പോൾ അവനങ്ങനെ പോയി. അപ്പോൾ നമ്മുടെ അടുത്ത മീൻ ഇത് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഏകദേശമൊക്കെ മുകളിലെത്തിയിട്ടുണ്ട്. 2-3 ഹുക്ക് മേത്ത് തറച്ച് കയറിയിട്ടുണ്ട്. നമുക്ക് നേരിട്ട് തന്നെ ചില മീനുകളെ നമുക്ക് പൊക്കാൻ പറ്റും. ഏകദേശം നമുക്ക് എല്ലാ ഹുക്കുകളൊക്കെ കയറിയിട്ടുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ചെറിയ രീതിയിലാണ് എന്നുണ്ടെങ്കിൽ പറ്റത്തുമില്ല കേട്ടോ. അതൊക്കെ നമ്മൾ ഓരോന്നിൻ്റെയും സാഹചര്യം അനുസരിച്ചിട്ടാണ്. ഏത് മീനുകളെ കയറ്റാനാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് തളർത്തിയതിൻ്റെ ശേഷം തന്നെ നോക്കുക. അതാകുമ്പോൾ കുറച്ചും കൂടി ബെറ്ററാണ്. എന്താണെന്ന് വെച്ചാൽ മീൻ ആ പൊന്തിക്കുന്ന സമയത്ത് പെടഞ്ഞൊക്കെയാണെങ്കിൽ ചിലപ്പോൾ ഫിഷ് മിസ്സാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അവൻ്റെ ഓട്ടം എങ്ങോട്ടാണോ അതിനനുസരിച്ച് നമ്മുടെ ഗഡ്സ് എന്താക്കുക മാക്സിമം അയച്ചിട്ട് കൊടുത്തിട്ട് തന്നെ എന്താക്കുക തളർത്തി കയറ്റാൻ നോക്കുക. പിന്നെ എന്താ വെച്ചാൽ ഈ പരക്കടിക്കുന്ന സമയത്താണ് പൊതുവെ എന്താവുക ഒറ്റയടിക്ക് നമ്മൾ ഇപ്പോൾ നമ്മുടെ ഈ വറ്റ ഇതൊക്കെ പെട്ടെന്ന് തന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ആ ചാകര ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഫുൾ ഡ്രാഗിന് തന്നെ ഇട്ട് കണ്ട് അങ്ങനെ തന്നെ വലിച്ച് അങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കും. അതെന്തിനാന്ന് വെച്ചൊക്കെയാണെങ്കിൽ ആ ഫിഷ് പോയൊക്കെയാണെങ്കിൽ ഉടനെ തന്നെ അടുത്ത ഫിഷ് നമുക്ക് അടിക്കും. ഇപ്പോൾ ഈ സാൽമണിൻ്റെ ടൈമിലൊക്കെ ഈ ആക്ടിവിറ്റി ഉള്ള ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അറ്റാക്ക് ചെയ്യുന്ന ടൈപ്പാണ്. അപ്പോൾ ഇതൊക്കെ സിംഗിളായിട്ട് അടിക്കുന്ന സമയങ്ങളാകുമ്പോൾ നമ്മൾ മാക്സിമം അവന്മാരെ തളർത്തി എന്താക്കുക കിട്ടിയ ഫിഷിനെ പോക്കാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ നമുക്ക് കുറേ ടൈം പിടിക്കേണ്ടി വരും. അത് നമ്മുടെ ചൂണ്ട ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. എല്ലാം നമുക്ക് കൃത്യമായിട്ട് ഒന്നിനെ പറയാൻ പറ്റില്ല. നമ്മുടെ ചൂണ്ടയുടെ ക്വാളിറ്റി, ലൂറ്, ഹുക്കൊക്കെ എങ്ങനത്താണെന്നും കൂടി നോക്കണം. അതിനനുസരിച്ച് മാത്രം ഇതാക്കുക. മാക്സിമം ഒരു തോണിയിൽ എന്താവുക ഒരു കോരയില ഉണ്ടാക്കാൻ ഏറ്റവും ബെറ്ററാണ്. എന്നാൽ പെട്ടെന്ന് പരിപാടി ചെയ്യും കേട്ടോ. ഇവിടെ 2 ഹുക്ക് കയറിയിട്ടുണ്ട്. നല്ലൊരു ചെമ്പനാണ് കേട്ടോ. അതൊക്കെ അടുത്ത ഫിഷ് നമുക്ക് വരുന്നുണ്ട്. രാത്രി ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴൊക്കെ മെയിനായിട്ട് നമ്മുടെ ചെമ്പന്മാർ തന്നെയാണ് കേട്ടോ ഇവിടെ കൂടുതലായിട്ട് അടിക്കുന്നത്. നരി നമ്മൾ ഇങ്ങോട്ടൊക്കെ വളരെ കുറവായിട്ടുണ്ട് ഈ സീസണിലൊക്കെ. ഇങ്ങനെ ഒരുത്ത് ഇങ്ങനെ അയ്യോ സിമ്പിളായിട്ട് കിടത്തി ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നല്ലേ. അടിപൊളി. അപ്പോൾ ഇതൊക്കെയാണ് നെക്സ്റ്റ് ഒരാൾ നേരെ ടോർച്ച് അടിക്കാതിരിക്കുന്നതും നല്ലതാണ് കേട്ടോ. അത് പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ എന്താണെന്ന് വെച്ചൊക്കെയാണെങ്കിൽ ടോർച്ച് അടിക്കാതെ പറ്റൂല എന്നുള്ളത് കൊണ്ടാണ്. നമുക്ക് ഫിഷിനേക്കാളും സത്യം പറയുകയാണെങ്കിൽ നല്ല വീഡിയോ കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിലാണ്.
അങ്ങനെ പലപ്പോഴും നമ്മുടെ ഈ കാട്ടിക്കൂട്ടലിൻ്റെ ഇടയിൽ ഫിഷ് മിസ്സായ ദിവസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് വേറെ നല്ല രീതിയിൽ ഹുക്കായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ തന്നെ തൂക്കിയത്. ഇവിടെ നമ്മുടെ ബാവുവിന് അടുത്ത് മീൻ അടിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ ലൈറ്റ് ഉണ്ടാവുമ്പോൾ അവന്മാർ പിന്നെയും പോകാനുള്ളത് കൂടുതലാണ്. പടച്ചിലും ഇതൊക്കെ ലൈറ്റ് ഇല്ലാതെ ശാന്തമായിട്ട് കയറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ ഫിഷ് പെട്ടെന്ന് തന്നെ മുകളിലോട്ട് പൊന്തി വരികയും ചെയ്യും. ഓക്കെ, കോരുവലുള്ള ഒരു ദിവസം ഇറങ്ങിയതാണ് കേട്ടോ അത്. വല ഉണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമ്മുടെ പരിപാടി തീരും. അയ്യോ, ഒരു 500 സൈസ് 500 400 ആ റേഞ്ചിലുള്ള ചെമ്പരാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു ദിവസത്തെ വേട്ടയാണ്.